നമസ്കാരം, ഗുഡ് മോർണിംഗ്. നല്ല ഞായറാഴ്ചയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നമ്മൾ ദൈനംദിനമായിട്ട് കാണുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്നത്. കാര്യം സ്റ്റുഡൻസിൻ്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കരിയർ ഗൈഡൻസ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്യാമ്പസ് മിറർ ഉദ്ദേശിക്കുന്നത് അന്റാർട്ടിക്കയിൽ ആമക്കച്ചവടവും മറ്റേ ആഫ്രിക്കയിൽ മറ്റേ പ്രൈവറ്റ് പറഞ്ഞു നടക്കുന്ന അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗൈഡൻസ് അല്ല. സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന, നമ്മൾ കാണുന്ന, സംസാരിച്ച് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൗൺസിലിങ്ങിൻ്റെയും കരിയറിൻ്റെ ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പം എന്തിനായത് ആമുഖം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത് കണ്ട ഒരു കാഴ്ചയാണ്. അപ്പം കാനഡയിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റഡീസിന് കൂടുതലായിട്ടും നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കാനഡ. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വരുന്നുണ്ട്. നമുക്കൊത്തിരി എൻക്വയറീസ് വരാറുണ്ട്. ചേട്ടാ SSWD പഠിക്കണം, ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് നടത്താറില്ല. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. പ്ലേസ്മെൻറ്റ് നടത്തുന്നതല്ല ക്യാമ്പസ് മിററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നല്ല കോഴ്സുകൾ ചൂസ് ചെയ്യുവാൻ, അതിൻ്റെ നല്ലതും ചീത്തയും അറിഞ്ഞ് ചൂസ് ചെയ്യുവാനായിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മിഷൻ അതാണ്. ഇന്ന് നമ്മൾ കണ്ടത്, ഈ അടുത്ത് വരെ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ സ്റ്റഡീസിൽ SSWയുടെയും SSWD സോഷ്യൽ സർവീസ് വർക്കർ ഡിപ്ലോമയുടെയും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റഡീസിൻ്റെയും കാലം കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ പല ആൾക്കാരും, വിദ്യാർത്ഥികൾ പറയും, ഇയാളെന്തായി പറയുന്നത്, അങ്ങനെയാണ്. അല്ല, നമ്മളിപ്പോൾ കാണുന്നത് SSWDയും ബിസിനസ് മാനേജ്മെൻറ്റും ഏറ്റവും കൂടുതൽ ഏജൻസീസ് പുഷ് ചെയ്തുന്ന ഒരു കോഴ്സ്, 2 കോഴ്സുകളാണിത്. ഇത് പഠിച്ചിട്ട് ഇനി കാനഡയിൽ യാതൊരു കാര്യവുമില്ല. സത്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ കാര്യം, ഇത് പഠിച്ച് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ വളരെ കുറവാണ്. കാര്യം, 100 കോളേജുകളിൽ നിന്ന് ഓൾറെഡി പാസ് ഔട്ടായിട്ട് ഇതേ സർട്ടിഫിക്കറ്റുമായിട്ട് ഉള്ള ആൾക്കാർ ജോബ് ഫണ്ടിങ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ആ ഇടയിലേക്ക് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോകേണ്ടത്, ഇതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂവില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഈ ഇമിഗ്രേഷൻ്റെ റൂളും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരു ജോലി കണ്ടുപിടിച്ച്, പഴയ പോലെയല്ല, കണ്ടുപിടിച്ച് അത് ഫുൾ ടൈം ആക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് മാനേജ്മെൻറ്റിന് സോഷ്യൽ സർവീസ് വർക്ക് ഡിപ്ലോമ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശരിക്കും ഇനി അത് തന്നെ നിങ്ങൾക്ക് എടുക്കണം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട ഫീൽഡാണെങ്കിലും അതിൽ വളരെയധികം ജനറിക്കായിട്ടുള്ള മേഖലകൾ എടുക്കുക. ഉദാഹരണം, ഇപ്പോൾ സോഷ്യൽ സർവീസ് വർക്ക് ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജനറൽ ഡിപ്ലോമ എടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി നമ്മളെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ജീറിയാട്രിക് ഒക്കെ, അതായത് സോഷ്യൽ സർവീസ് വർക്ക് ഡിപ്ലോമയുടെ തന്നെ ഉപഭാഗമായിട്ടുള്ള അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ജീറിയാട്രിക് സ്പെഷ്യലൈസേഷൻ വരുന്ന എടുക്കാറുണ്ട്. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു, ഈ SSWD പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. SSWD പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറഞ്ഞു. ഈ ജീറിയാട്രിക് എന്ന് പറയുമ്പോൾ ഇവരുടെ ജോലി വരുന്നത് എൽഡർലി ഹോമുകളിലും അല്ലെന്ന് വരികിൽ, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ഈ എവിടെയാണോ ഈ വയോധികരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ ഏകദേശം ഒരു 8-10 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുകയും, ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള ജോബ് വളരെ പരിമിതമാണ്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് പഠിച്ചിറങ്ങി നിങ്ങളുടെ സാധ്യതകൾ അതുപോലെ കുറയുകയാണ്. SSWD എടുത്തേ നിങ്ങൾക്ക് പറ്റുമെന്നെങ്കിൽ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനറിക് ആയിട്ടുള്ള SSWD എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഇൻക്ലൂഷനിൽ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഔട്ട്റീച്ചിൽ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഡിക്ഷൻസിൽ വർക്ക് ചെയ്യുക. അപ്പം കുറച്ചും കൂടെ സാധ്യതകൾ വർദ്ധിക്കും. അപ്പം ഞാൻ പറയുന്നത് SSWD ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ഇപ്പോൾ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ മോശമാണ്. ജോലികൾ കണ്ടെത്താൻ വളരെ പാടാണ്. എല്ലാവരും ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ ഹെൽപ്പറായിട്ടോ കുക്കായിട്ടോ ആണ് ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും ഇത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും നമ്മൾ ഈ സാധനം സെല്ല് ചെയ്യുകയും വീണ്ടും വിദ്യാർത്ഥികൾ എടുക്കുകയും ഇപ്പം കോളേജുകൾ അപ്രണ്ടായിട്ട് ഫീസ് മേടിക്കുന്നു നോക്കിയാണ് അറിയുന്നത്. പഴയ പോലെ സെമസ്റ്റർ അടയ്ക്കുന്നതല്ല. നമ്മളൊരു കോഴ്സ് തുടങ്ങുന്നതെങ്കിൽ
മൊത്തം ഫീസും നേരത്തെ മേടിച്ച് കൈപ്പിടിക്കും. കോഴ്സ് മാറിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ SSWയും ബിസിനസ് മാനേജ്മെൻറ്റും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒട്ടും ഉചിതമല്ല. ഇനി എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആപ്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള കോഴ്സുകൾ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.